എന്റെ കമന്റ് ബോക്സിൽ വന്ന ഒരു മച്ചാൻ സജസ്റ്റ് ചെയ്ത പ്രകാരം ഒരു കിടിലൻ സൂപ്പർ ഹീറോ സിനിമ കാണാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. അത് കണ്ട ശേഷമാണ് ഇങ്ങനത്തെ സിനിമകളും നമ്മുടെ ഇന്ത്യയിൽ ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായത്. സോ ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ ഈ എപ്പിക് മൂവി എനിക്ക് വേണ്ടി സജസ്റ്റ് ചെയ്ത ആ ബ്രോയോട് എന്റെ നന്ദി ഞാൻ അറിയിക്കുന്നു. സമാധാനത്തിന്റെ തീരമായ തമിഴ്നാട്ടിലേക്ക് ഒരു പുള്ളി ലുങ്കിയും ചുറ്റിക്കൊണ്ട് നടന്നു വരുന്ന ടെർമിനേറ്ററെ കാണിച്ചുകൊണ്ടാണ് ഈ കഥ തുടങ്ങുന്നത്. ഇതെന്താണ് ഒരുത്തം വെളിക്കിരിക്കുന്നതൊക്കെയാണോ നീ ഞങ്ങൾക്ക് കാണിച്ചു തരുന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കരുത്. ഇത് നമ്മുടെ നായകന്റെ ഒരു മാരക പോസാണ്. 3 കൊല്ലം അടുപ്പിച്ച് മിസ്റ്റർ പോഞ്ഞിക്കരി ഇത് വെറുതെ അല്ല. ഇങ്ങനത്തെ ഒരു ഹെവി ഇൻട്രോ ഇന്ത്യൻ സിനിമ അല്ലല്ല ലോക സിനിമാ ചരിത്രത്തിൽ തന്നെ ആർക്കും കിട്ടിക്കാണില്ല, ഇങ്ങേരെ ഒഴിച്ച്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു പോസ് ഇട്ട് കഴിഞ്ഞാലേ നമ്മുടെ മച്ചാന്റെ സൂപ്പർ പവേഴ്സ് ഒക്കെ റീചാർജ് ആവുള്ളൂ. നീ എന്താണ് ഇവന്റെ സൂപ്പർ പവേഴ്സ് എന്ന് ഒന്ന് നോക്കാം. പവർ നമ്പർ 1, വെറുതെ പോകുന്ന വണ്ടികളൊക്കെ ഒറ്റ കൈകൊണ്ട് തടുത്ത് അത് മറിച്ചിടുക. പവർ നമ്പർ 2, വെറുതെ നടന്നു പോകുന്നവരെയൊക്കെ ഇടിച്ച് താഴെടുക. പവർ നമ്പർ 3, 5-6 മുട്ട പൊട്ടിച്ച് പാത്രത്തിൽ ഒഴിച്ച് വിരല് വെച്ച് ഇളക്കി അത് എനർജി ഡ്രിങ്കിന് പകരം വലിച്ചു കയറ്റുക. പവർ നമ്പർ 4, അരിച്ചാക്ക് കൊണ്ട് എക്സസൈസ് ചെയ്യുക. അങ്ങനെ കുറെ മൊണ്ണത്തരങ്ങളൊക്കെയാണ് നമ്മുടെ മച്ചാന്റെ സൂപ്പർ പവേഴ്സ്. പിന്നെ ഇവനെ നിങ്ങൾ മലത്തിയടിച്ച് കാലിൽ ഇക്ലി ഇട്ടാലും ഇവന്റെ മുഖത്ത് പ്രത്യേകിച്ച് എക്സ്പ്രഷൻസ് ഒന്നും വരില്ല. ഏത് നേരവും കുറുക്കൻ വിട്ട പോലെയാണ് മൂപ്പരുടെ മുഖത്തെ എക്സ്പ്രഷൻസ്. ഇനി അണ്ണന്റെ കുറച്ച് മാരക ഫൈറ്റ് സീക്വൻസുകളൊക്കെ ഒന്ന് കണ്ടു നോക്കാം. മിസ്റ്റർ ഇന്ത്യ ആവാൻ പറ്റാതെ ഇയാൾക്ക് പ്രാന്തായി പോയതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ സിനിമയിൽ ഒട്ടനീളം ഇങ്ങേർക്ക് വ്യായാമം ചെയ്യാനേ സമയമുള്ളൂ. അഭിനയിക്കാനോ അറിയില്ല, എന്നാ അറിയണത് എന്തെങ്കിലും കാണിച്ചിട്ട് പോട്ടെ എന്ന് ഡയറക്ടറും വിചാരിച്ചു കാണും. റോഡിലൂടെയാണാടാ സൈക്കിൾ ഓടിക്കുന്നേ. സോ നാട്ടിൽ വന്ന് ഒരു കാര്യമില്ലാതെ സൈക്കോത്തരം കാണിച്ചിട്ട് പോയ ഇവന് നാട്ടുകാരെല്ലാവരും ചേർന്ന് ഒരു പേരിട്ടു, വൈരവൻ. வைரவன் இவன் பல கொலைகள் பலாத்காரம் என சென்னையை கலங்கடித்துக் கொண்டிருக்கும் ஒரு ரத்த வெறியன். அவனை சாவடிக்கலாம். அவனை அசைக்கவே முடியாது மச்சி. என்னென்ன கேட்காத, எனக்கு ரொம்ப பயமா இருக்குது. He is a Superman. No, Spider-Man. എന്താണ് Spider-Man? ഇയാളുടെ എന്ത് കണ്ടിട്ടാടാ നിനക്ക് സ്പൈഡർമാനെ ഒക്കെ വെച്ച് ഉപമിക്കാൻ തോന്നിയത്? അപ്പോഴാണ് ഒരു സൈക്കാട്രിസ്റ്റ് വൈരവനെ ചികിത്സിച്ച് ഭേദമാക്കാനായിട്ട് ശ്രമിക്കുന്നത്. As per psychology, வைரவன் ஒரு patient. அவன patient மாதிரி தான் ட்ரீட் பண்ணோம். அதை விட்டுட்டு நீங்களே இந்த கேஸை ஹேண்டில் பண்ண கூடாதா? கவர்மெண்ட் ஆர்டர் கொடுத்தா 20 days. Only 20 days. That's enough for me. അങ്ങനെ കുറെ നേരത്തെ ചർച്ചയ്ക്ക് ശേഷം വൈരവനെ ചികിത്സിച്ച് ഭേദമാക്കാനായിട്ട് ഈ സൈക്കാട്രിസ്റ്റിന് 20 ദിവസം നമ്മുടെ CM അനുവദിച്ചു കൊടുക്കും. கண்டிப்பா முடியுமா? கண்டிப்பா முடியும் மேடம். கேட்க வேண்டிய கேள்விகளுக்கெல்லாம் டிவியிலேயே பதில் சொல்லிட்டீங்க. ഇതെന്താടാ നിങ്ങൾ സ്റ്റോൺ പേപ്പർ സിസർ കളിക്കാണോ? അങ്ങനെ ഈ ഡോക്ടറും അങ്ങേരുടെ ശിഷ്യന്മാരും ചേർന്ന് വൈരവന്റെ സ്ഥലം കണ്ടെത്തി അവന് വേണ്ടതൊക്കെ അവിടേക്ക് എത്തിച്ചു കൊടുക്കാനുള്ള പ്ലാൻ തയ്യാറാക്കുകയാണ്. നോട്ട് മൈ പോയിന്റ്, വൈരവന് വേണ്ടതൊക്കെ അവിടേക്ക് എത്തിച്ചു കൊടുക്കാനുള്ള പ്ലാൻ തയ്യാറാക്കുകയാണ്. சாப்பாடு, குடி, கொலை, எக்ஸசைஸ். Now the fifth and critical point, ladies weakness. எந்த ஏரியா வந்தாலும் பரவாயில்ல, ஃபிகர் சோக்கா இருக்கட்டும். ഓഹ്, അടുത്ത ജന്മൊക്കെ വൈരവനായിട്ട് ജനിച്ചാൽ മതിയായിരുന്നു. ഒരു പണിക്കും പോണ്ട, തിന്നാനും കിട്ടും, ബാക്കി കാര്യങ്ങളും നടക്കും. സോ വൈരവനെ മയക്കിയെടുക്കാൻ വേണ്ടി മരുന്നിന് പകരം ഈ ഡോക്ടർ ഒരു പെണ്ണിനെ അറേഞ്ച് ചെയ്യാണ്. ഇനി നടക്ക പോறது യുദ്ധം. நீ அம்மு அம்மு சொல்ல இல்ல பொண்டாட்டியா புரிக்கிற சாமே என் சாமே நான் சாமி சாமி சொல்ல நீ என் புருஷனான ஃபீலிங் தான் சாமே என் சாமே. വൈരവനെ മയക്കാൻ വേണ്ടി ആ പെൺകുട്ടി എന്തൊക്കെയോ കാട്ടിക്കൂട്ടും. പക്ഷെ ഞാൻ തുടക്കത്തിലെ പറഞ്ഞ പോലെ മിസ്റ്റർ ഇന്ത്യ ആവാൻ പറ്റാതെ പ്രാന്തായി പോയ നമ്മുടെ വൈരവൻ പിന്നെയും കുറെ എക്സസൈസ് ചെയ്തോണ്ടിരിക്കും. ഇതിനൊക്കെ ഒരു നേരം കാലം ഇല്ലേടേ. സോ ഒടുക്കം നമ്മുടെ വൈരവൻ സഹി കെട്ട് മയങ്ങി പോവാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് നമ്മുടെ വൈരവന് എന്തൊക്കെയോ സംഭവിക്കുന്നത്. അയാൾ പെട്ടെന്ന് കിങ് കോങ്ങിനെ പോലെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടും. അങ്ങനെ വൈരവനെ ഹിപ്നോട്ടൈസ് ചെയ്ത് ഡോക്ടർ വൈരവന്റെ ഫ്ലാഷ് ബാക്ക് കേൾക്കാൻ പോവാണ്.
വൈരവന്റെ അമ്മ അവനെ ഒഴിവാക്കി വേറൊരു കല്യാണം കഴിച്ചു. അത് മണത്തറിഞ്ഞ നമ്മുടെ വൈരവൻ അന്നു മുതൽ ഈ മുക്കൽ എക്സ്പ്രഷൻ ഇട്ട് വയലന്റ് ആവാൻ തുടങ്ങി. ഇതാണ് ആ ഫ്ലാഷ് ബാക്ക്. ഇത് കേട്ട് ഞാനിവിടെ ചിരി നിർത്താൻ വേണ്ടി കഷ്ടപ്പെടുമ്പോ സിനിമയിലെ ഈ ഫ്ലാഷ് ബാക്ക് കേട്ടിട്ട് നായികയ്ക്കും മറ്റുള്ളവർക്കൊക്കെ കരച്ചില് വന്നിട്ട് എന്റെ പൊന്നോ. VIP സിനിമയിലെ അമ്മ അമ്മ എന്ന ഗാനത്തിന് ശേഷം നിങ്ങളുടെ മനസ്സിൽ ഇടം പിടിക്കാൻ പോകുന്ന മറ്റൊരു പാട്ടാണ് ഈ പാട്ട്. ഓഹ് മനോഹരം. അങ്ങനെ ഇരിക്കുമ്പോ ഒരു ദിവസം ഈ സിനിമയിലെ നായിക നമ്മുടെ വൈരവന്റെ നെഞ്ഞത്ത് കയറി ഇന്ന് എക്സസൈസ് ചെയ്യും. അപ്പൊ ഈ സിനിമയുടെ ഡയറക്ടർ നമ്മുടെ മുന്നിലേക്ക് എന്തൊക്കെയോ കാണിച്ചു തരും. ഇതിനൊക്കെ എന്തൊക്കെയോ അർത്ഥങ്ങളുണ്ട് കേട്ടോ. എന്തായാലും ആ എക്സസൈസ് കഴിഞ്ഞ ശേഷം വൈരവന് നായികയോട് പ്രേമം തോന്നുകയാണ്. പിന്നെ വൈരവന്റെ ഒരു ലവ് സോങ് ആണ്. ഇയാൾക്ക് ലവ് ഉണ്ട് എന്നുള്ളത് തന്നെ എനിക്ക് സഹിക്കാൻ പറ്റില്ല. അപ്പോഴാണ് അയാളുടെ ലവ് സോങ്. വോളിയം ബട്ടൺ ഞെക്കി പൊട്ടിക്കൊന്നും വേണ്ട. അയാൾ എന്താ പാടുന്നതെന്ന് അയാൾക്ക് മാത്രമേ അറിയുള്ളൂ. ഇതിലുള്ള ലോട്ടസ് എഫക്ട് ടെക്നോളജി കറയെ കറയാവാൻ വിടില്ല. അങ്ങനെ കുറെ തീവ്രവാദികൾ പിടിച്ചിട്ട് പോയ കുട്ടികളെ രക്ഷപ്പെടുത്താനുള്ള ഒരു ദൗത്യം നായിക ഈ വൈരവനെ ഏൽപ്പിക്കുകയാണ്. അത് ഭംഗിയായിട്ട് ചെയ്തിട്ട് വന്ന ഞാൻ നിന്നെ കല്യാണം കഴിക്ക എന്ന് നായിക വൈരവനോട് പറയുന്നു. പൊട്ടനാണെങ്കിലും ഇതൊക്കെ പറഞ്ഞ അയാൾക്ക് വേഗം മനസ്സിലാവും. മൂപ്പര് വേഗം പോയി കുട്ടികളെ രക്ഷിച്ചുകൊണ്ട് വരും. പക്ഷെ നമ്മുടെ കഥാനായിക വൈരവനെ തേക്കും. നിനക്ക് അങ്ങനെ തന്നെ വേണടാ, അങ്ങനെ തന്നെ വേണം. പിന്നെ ഇവിടെ മര്യാദക്ക് നടക്കണം മനുഷ്യന്മാർക്ക് പെണ്ണ് കിട്ടാനില്ല. അപ്പോഴാണ് മുക്കി നടക്കണ റോബോട്ടിന്. അങ്ങനെയൊന്നും പറഞ്ഞ അവന് മനസ്സിലാവൂല. മലയാളത്തിൽ പറഞ്ഞു കൊടുക്ക്. അവനോട് ഇന്നോസെൻസ്, അവനോട് കൺകൾ. ഒരു സെക്കൻഡ് ഞാനൊന്ന് ചിരിച്ചിട്ട് വരാം. അങ്ങനെ നായികയുടെ പ്രസംഗത്തിന്റെ ഇടയിൽ വെച്ചിട്ട് വൈരവൻ നിലത്ത് വീണ് മരിക്കുകയാണ്. മൂപ്പർക്ക് കുട്ടികളെ രക്ഷിക്കുന്നതിന്റെ ഇടയിൽ 2-3 വെടി കൊണ്ടിട്ടുണ്ടായിരുന്നു. വെടി കൊണ്ട് വെന്ത് മരിച്ച ഒരാളെ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ഈ നായികയുടെ കാര്യമാണ് കഷ്ടം. ഉത്തരത്തിലുള്ളത് കിട്ടിയതുമില്ല, കഷത്തിലുള്ളത് പോവുകയും ചെയ്തു. പോവാതമാ പോവാതമാ നിന്നെ വിട്ട് നീ പോവാതമാ. ഏമ ഏമ പോനാ നിനക്ക് യാരുമില്ല.